പാലക്കാട്ടേക്ക് പോവുകയാണ്. അവിടെ കവർച്ചയ്ക്കിടെ വൃദ്ധയെ കൊലപ്പെടുത്തി തീയിട്ട് കുഴിച്ചുമൂടി യുവാക്കൾ. ആട്ടയാമ്പതി സ്വദേശി സരസമ്മാളിനെയാണ് പ്രദേശവാസികളായ യുവാക്കൾ ചേർന്ന് കൊലപ്പെടുത്തി കുഴിച്ചിട്ടത്. 66 വയസ്സുകാരിയായ സരസമ്മാളിന്റെ ആഭരണങ്ങൾ മോഷ്ടിക്കുന്നതിനിടയിലാണ് കൊലപാതകം. കഴിഞ്ഞ മാസം 10-നാണ് സരസമ്മാളിനെ കാണാതാവുന്നത്. കൊഴിഞ്ഞാമ്പാറ പോലീസ് നടത്തിയ അന്വേഷണത്തിലാണ് കൊലപാതകം തെളിഞ്ഞിട്ടുള്ളത്. പ്രതികൾക്ക് കനത്ത ശിക്ഷ കൊടുക്കണമെന്ന് പ്രദേശവാസികൾ പറഞ്ഞു. என்ன ஏதுங்கிறது தெரியல சார். அப்போ இன்னும் ராவிലെ തന്നെ ഇവരൊക്കെ കൂട്ടാൻ വരുമ്പോൾ ഞങ്ങൾ പിന്നാടിയെ വന്ന് നോക്കുമ്പോൾ ഇങ്ങനെ അത് ചെക്കൻ വന്ന് ഇരിക്കുന്നു. ചെക്കനെ പിടിച്ച് തല്ലിയപ്പോൾ പറഞ്ഞു ഞാൻ കമ്പിയെടുത്ത് തല്ലി വിളുന്നു എത്തില്ല പറഞ്ഞങ്ങോട്ട് കത്തിയെടുത്ത് കുത്തി പറഞ്ഞു. പക്ഷേ ഇത് ചെയ്തവരിനെ തൂക്കിലിട്ടാലും ആർക്കും ഒരു പരാതിയില്ല. ഇപ്പോൾ ഈ പോലീസ് സംശയം പറയുന്ന ഈ യുവാക്കൾ ഇവിടെ തന്നെയുള്ള നാട്ടുകാർ തന്നെയാണ്. ഇവിടുത്തെ തന്നെ എന്ത് പറഞ്ഞാൽ കുട്ടികൾക്കൊന്നും സേഫ്റ്റി ഇല്ല സാർ. ഈ വയസ്സായ തലയ്ക്ക് സേഫ്റ്റി ഇല്ല പറയുമ്പോൾ ഞങ്ങളൊക്കെ ചെറിയ ചെറിയ കുട്ടികൾ പെൺകുട്ടികൾ വെച്ചിരിക്കുമ്പോൾ എന്ത് സേഫ്റ്റി ഉണ്ട്? ഞങ്ങൾക്ക് പണിക്ക് പോകാൻ പേടിയാവണു. ഇനിയിപ്പോൾ എങ്ങനെ ഞങ്ങൾ പണിക്ക് പോകാണ്ട് കഴിയാൻ പറ്റുമോ? ഇക്ബാൽ അറക്കൽ വിവരങ്ങൾ നൽകും. ഇക്ബാലെ, വളരെയധികം ഞെട്ടലുണ്ടാക്കുന്ന ഒരു സംഭവമാണ്. നാട്ടുകാർ പറഞ്ഞതാണ് അതിന്റെ ഒരു യാഥാർത്ഥ്യം. ഞങ്ങൾ എവിടെയാണ് ഇനി സുരക്ഷിതരെന്ന് പറഞ്ഞ് എങ്ങനെയാണ് ഞങ്ങൾക്ക് സമാധാനത്തോടെ ജീവിക്കാൻ കഴിയുക? ഈ നാട്ടിൽ ആരും സുരക്ഷിതരല്ല, ഒരു പെൺകുട്ടികളും സുരക്ഷിതരല്ല എന്നവർ പറയുകയാണ്. 66 വയസ്സുള്ളൊരു സ്ത്രീയാണ്. സ്വർണ്ണാഭരണത്തിന് വേണ്ടിയാണ് കത്തിച്ച് കൊന്ന് കുഴിച്ചു മൂടിയിരിക്കുന്നത്. ഇതൊരു കൊലപാതകമാണെന്ന് എങ്ങനെയാണ് പോലീസിന് ബോധ്യപ്പെട്ടത്? ഇക്ബാല്, എപ്പോഴാണ് ഈ സംഭവം നടന്നത്? ആരാണിത് ചെയ്തത്? ഒളിവിലുള്ള യുവാക്കൾക്കായുള്ള അന്വേഷണം എങ്ങനെയാണ്? ഷിഹാസ്, കഴിഞ്ഞ മാസം 10-ാം തീയതിയാണ് പാലക്കാട് കൊഴിഞ്ഞാമ്പാറ വടകരപ്പതിക്ക് സമീപം ആട്ടയാമ്പതിയിൽ താമസിക്കുന്ന സരസാൾ എന്ന് പറയുന്ന ഈ 66 വയസ്സുകാരിയെ കാണാതാവുന്നത്. സ്ഥിരമായി ഈ വീട്ടിൽ ഒറ്റയ്ക്ക് താമസിക്കുന്ന ഈ സരസാൾ സ്ഥിരമായി ഈ വീട്ടു പരിസരത്തെല്ലാം നടക്കാറുള്ളതാണ്. പിന്നീട് ഇവരെ കാണാനില്ല എന്നുള്ള വിവരം നാട്ടുകാർ ബന്ധുക്കളെ അറിയിക്കുന്നു. അങ്ങനെ ബന്ധുക്കളാണ് കൊഴിഞ്ഞാമ്പാറ പോലീസിൽ പരാതി നൽകുന്നത്. പോലീസ് ഈ സംഭവത്തിൽ വിശദമായിട്ടുള്ള അന്വേഷണം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം നടത്തുകയായിരുന്നു. ഈ 66 വയസ്സുകാരിക്ക് വേണ്ടി ഈ പരിസരത്തെല്ലാം വ്യാപകമായിട്ടുള്ള തിരച്ചിലും പരിശോധനയും നടത്തി. പക്ഷേ ഇവരെ കണ്ടെത്താൻ സാധിച്ചില്ല. പിന്നീട് ഈ നാട്ടിലേക്ക് എത്തി നടത്തിയ പരിശോധനയ്ക്കിടയിലാണ് ഈ പ്രദേശവാസികളായിട്ടുള്ള ചില യുവാക്കളെ കുറിച്ചുകൊണ്ടുള്ള ചില സംശയങ്ങൾ നാട്ടുകാർ പോലീസിനെ അറിയിക്കുന്നത്. പിന്നീട് ഈ യുവാക്കളെ കേന്ദ്രീകരിച്ച് പോലീസ് സംഘം നടത്തിയ അന്വേഷണത്തിനിടയിലാണ് ഒരു 19 വയസ്സുകാരൻ പോലീസ് സംഘത്തിന്റെ പിടിയിലാവുന്നത്. പിന്നീട് ഈ യുവാവിനെ വിശദമായി ചോദ്യം ചെയ്തതോടുകൂടി ഈ യുവാവ് തങ്ങൾ ഇത്തരത്തിൽ ഈ സരസാളിനെ കൊലപ്പെടുത്തി എന്ന രീതിയിലുള്ള ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് പോലീസിനോട് വെളിപ്പെടുത്തിയത്. കൊഴിഞ്ഞാമ്പാറ പോലീസ് സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തി പോലീസ് നടത്തിയ ചോദ്യം ചെയ്യലിനിടയിലായിരുന്നു ഇത്തരത്തിലൊരു വെളിപ്പെടുത്തൽ ഈ 19 വയസ്സുകാരൻ നടത്തിയിട്ടുള്ളത്. ദൃശ്യങ്ങൾ കാണുന്ന ഈ വീട്ടുമുറ്റത്ത് സമയത്ത് ഈ സരസാളിന്റെ ശരീരത്തിൽ മുക്കിലുണ്ടായിരുന്ന മൂക്കുത്തി അത് കവർച്ച ചെയ്തെടുക്കുന്നതിന് വേണ്ടി തങ്ങൾ കൊലപ്പെടുത്തിയതാണ് സരസാളിനെ എന്ന വിവരം അറിയിക്കുകയായിരുന്നു. ഈ വീട്ടുമുറ്റത്ത് വെച്ച് നിൽക്കുന്ന സമയത്ത് സരസാളിന്റെ കയ്യിൽ ലഭിച്ച ഒരു ഇരുമ്പ് വടി ഉപയോഗിച്ചുകൊണ്ട് തലക്കടിച്ച് വീഴ്ത്തുകയും പിന്നീട് ക്രൂരമായി വീടിനകത്ത് വെച്ച് കൊലപ്പെടുത്തുകയും പിന്നീട് തെളിവ് നശിപ്പിക്കുന്നതിന് വേണ്ടി മൃതദേഹം തീയിട്ട് നശിപ്പിക്കുകയും പിന്നീട് മൃതദേഹ അവശിഷ്ടങ്ങൾ വീടിന്റെ പുറകുവശത്ത് കുഴിച്ചിട്ടു എന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തലാണ് യുവാവ് നടത്തിയിട്ടുള്ളത്. ഈ നാട് മുഴുവൻ, ആട്ടയാമ്പതി എന്ന് പറയുന്ന ഈ നാട് മുഴുവൻ ഈ കഥ കേട്ട് വിറങ്ങലിച്ച് നിൽക്കുകയാണ്. കാരണം ഈ രണ്ട് യുവാക്കളും ഈ മേഖലയിൽ തന്നെയുള്ള ആളുകളാണ്. ഈ സരസാൾ ഈ നാട്ടുകാർക്കെല്ലാം സുപരിചിതയായിട്ടുള്ള വയോധികയാണ്. 66 വയസ്സ് പ്രായമുണ്ട്. പക്ഷേ എല്ലാ വീടുകളും വരാറുണ്ട്, എല്ലാവരുമായി വലിയ രീതിയിലുള്ള ബന്ധം പുലർത്താറുണ്ട്. ആ അമ്മയെയാണ് ക്രൂരമായി കൊലപ്പെടുത്തി ആ മൃതദേഹം കത്തിച്ച് ഇപ്പോൾ ഈ വീടിന് പുറകുവശത്ത് കുഴിച്ചിട്ടിരിക്കുന്നു എന്ന രീതിയിലുള്ള ഒരു വെളിപ്പെടുത്തൽ ഈ പ്രദേശവാസി തന്നെയായിട്ടുള്ള ഈ 19 വയസ്സുകാരൻ നടത്തിയിട്ടുള്ള. ഏതായാലും ഈ നാട്ടിലെ വാർഡ് മെമ്പർ അംബിക നമുക്കൊപ്പം ചേരുന്നുണ്ട്. ഈ അമ്മയെ കാണാണ്ട് നിങ്ങളെല്ലാം കഴിഞ്ഞ ഒരു മാസം തിരച്ചിൽ നടത്തിയിരുന്നു. മൊത്തം തെരഞ്ഞു, ഈ ചുറ്റുപാട് മൊത്തം കാടുകൾ, കിണർ, കുളം എല്ലായിടും തെരഞ്ഞു, എവിടെയും കിട്ടില്ല. പക്ഷേ കാണാനില്ല എന്ന് പറഞ്ഞാൽ പിറ്റേ ദിവസം തന്നെ പോലീസ് അറിയിച്ചു. അപ്പോൾ അവരും അത് ഞങ്ങളോട് നല്ലപോലെ സപ്പോർട്ട്, അവരും തെരച്ചിലായിരുന്നു. എല്ലാ ഭാഗത്തും തെരഞ്ഞു. അവർ കഴിയുന്നത്ര പോലീസുകാരും സപ്പോർട്ടാണ്, നാട്ടുകാരും. പിന്നെ അവരുടെ മകള്, ഞങ്ങളെല്ലാവരും ഈ പ്രദേശം മൊത്തം തെരഞ്ഞു, എവിടെയും കിട്ടാനില്ല. അപ്പോൾ പോലീസുകാർ നല്ലപോലെ ഹാർഡായിട്ട് എല്ലായിടത്തും തെരഞ്ഞു. പൊള്ളാച്ചി വരെ അവരുടെ ഫോട്ടോ ഒക്കെ ഒട്ടിച്ച് എല്ലാ കാര്യങ്ങളും നല്ല സപ്പോർട്ടീവായിരുന്നു. എങ്ങനെയാണ് ഇതൊരു കൊലപാതകത്തിലാണ് ഈ യുവാക്കളിലേക്ക് എത്തുന്നത്? യുവാക്കളിലെ ഇന്നലെ പോലീസുകാർ അവരുടെ പിന്നാലെ തന്നെ ആയിരുന്നു, അവരെ നിരീക്ഷിച്ചുകൊണ്ടേ ഇരിക്കുകയായിരുന്നു. അപ്പോൾ അവരെ ഒരു സംശയാസ്പദമായി ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞതാണ്, പോലീസുകാരാണ് അവരെ കണ്ടുപിടിച്ച് ചോദ്യം ചെയ്തപ്പോൾ അവർ പറഞ്ഞത് ഇന്നാണ് അവർ മൊഴി കൊടുത്തിരിക്കുന്നത്. അവർ മൊഴി കൊടുത്തതാണ് നിങ്ങൾ മനസ്സിലാക്കുന്നത്? എനിക്ക് പറഞ്ഞത് അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ അമ്മ ഇതിനെ പോകുന്ന സമയത്ത് ഇവരിവിടെ ഇരുന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പിള്ളേരായ അമ്മയെ വിളിച്ചിട്ട് 19 വയസ്സുള്ള പയ്യൻ വിളിച്ചിരുത്തിയിട്ട് അവർ തമ്മിൽ എന്തോ ചോദിച്ചു, എന്തോ തർക്കമായി. അപ്പം എന്തോ അങ്ങോട്ടും ഇങ്ങോട്ടും ഇതായപ്പം ഇരുമ്പ് വടി വെച്ച് തലക്കെട്ട് ഒരു അടി കൊടുത്തു. അമ്മയോട് എന്തോ ചോദിച്ചു, അതിൻ്റെ പേരിൽ തർക്കമായി തലക്കെട്ട് അടിച്ചപ്പം ആള് മയങ്ങി വീണപ്പോൾ കുറച്ച് നേരം നോക്കിയപ്പം അവർ മരിച്ചു എന്ന് മനസ്സിലായപ്പം വീട്ടിനുള്ളിൽ കൊണ്ടുപോയിട്ട് പിന്നീട് തൊട്ടിയിൽ, ഇവിടുത്തെ ബാത്റൂമിലുള്ള തൊട്ടിയിൽ വെച്ചിട്ട് അവർ സാരിയിൽ ചുറ്റി തുണിയിൽ കെട്ടി കത്തിച്ചതാണ് ചെയ്തത്. കത്തിച്ചിട്ട് അത് കഴിഞ്ഞ് കുറച്ചായപ്പം
അവർ ബാക്കിലുള്ള സ്ഥലത്ത് കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടി എല്ല് ബാക്കിയുള്ള സാധനങ്ങൾ ബാക്കിയുള്ള അവശിഷ്ടങ്ങൾ കത്തിച്ച് കളഞ്ഞതിന് ശേഷം അവശിഷ്ടങ്ങൾ കൊണ്ടുപോയിട്ട് കുഴിച്ചു മൂടിയിട്ടുണ്ടെന്നാണ് പോലീസിനോട് അവർ പറഞ്ഞിട്ടുള്ള മൊഴി. ഒറ്റയ്ക്കാണെന്ന് ചെയ്തു വേറെ 2 പിള്ളേരെ കൂടിയിട്ടാണെന്ന് പറഞ്ഞു. ഈ രണ്ടാമത്തെ യുവാവിനെ കുറിച്ചൊരു വിവരം ഒരു വിവരം അതറിയില്ല. നാട്ടിലുള്ള ഇവിടെ ഈ വീട് 17 അയാൾ വീടാണോ തൊട്ടപ്പുറത്ത് ഈ പ്രദേശവാസികൾ തന്നെ രണ്ടുപേരും ഈ 17 വയസ്സുകാരൻ നേരത്തെ വേറൊരു കേസ് ഒരു വെട്ട് കേസിൽ നേരത്തെ പല കേസിൽ ഉൾപ്പെട്ട 2 പേരും ഇല്ല. ആ മറ്റേ പയ്യൻ 17 വയസ്സുകാരൻ കേസിൽ ഉൾപ്പെട്ടു. സമാനമായ കേസ് ഒരു വെട്ട് കേസിലല്ല. ഈ ലഹരിക്ക് കൊലപാതക ശ്രമം പിന്നെ ആകെ ഇവിടെ ഒരു കൊലപാതക വിഷയം വെട്ട് കൊലപാതക ശ്രമമായിരുന്നു. ക്ഷമമായിരുന്നു. ഈ പയ്യൻ ലഹരിക്ക് അടിമയായിരുന്നു നിങ്ങൾക്ക് ഈ പയ്യൻ മാത്രമല്ല ഇവിടെ സത്യം പറഞ്ഞ ഈ കോളനിയിൽ മൊത്തം ലഹരിയാണ് പിള്ളേര്. ഈ യുവാക്കളും അത് ലഹരി ഉപയോഗിച്ചിരുന്നു. യുവാക്കളും ലഹരി പലരും പറയുന്നു അയൽവാസികളൊക്കെ ഇതിലധികം സ്വർണ്ണം ഉപയോഗിച്ചിരുന്നില്ല എന്ന് പറയുന്നു. അപ്പൊ സ്വർണ്ണമില്ല. അത് മൂക്കുത്തിയും കമ്മല് മാത്രമേ ഉള്ളൂ. കുത്തിയാണ് എപ്പോഴും ഉപയോഗിക്കുന്നത്. മൂക്കുത്തി കണ്ടിട്ടുണ്ട് ഞങ്ങൾ കണ്ടിട്ടുണ്ട്. കമ്മലും പിന്നെ സ്വർണത്തിന് വേണ്ടിയാണോ എന്ന് പറഞ്ഞാൽ അറിയില്ല എന്താന്നുള്ളത്. അത്രയ്ക്ക് ഒരുപാട് സ്വർണ്ണങ്ങളൊന്നും വിരോധമേ ഇല്ല. വിരോധത്തിന് കാരണമില്ല. കാരണം വയസ്സായ ഒരമ്മ, ആ അമ്മ ഇവിടെ വരുന്നു, ആ അമ്മ അവിടെ ഭക്ഷണം കഴിക്കണം, അവരുടെ മക്കൾ കൊണ്ടുവന്ന് ഭക്ഷണം കൊടുത്ത് വെച്ചിട്ട് പോവുക ചെയ്യുക. അപ്പോൾ അന്ന് ദിവസം ഭക്ഷണം കൊണ്ടുവന്നപ്പം ആ അമ്മയെ കാണാനില്ല. അങ്ങനെയാണ് എന്നെ വിളിച്ച് പറഞ്ഞത്. ഉച്ചയാകുമ്പോൾ തന്നെ എന്നെ വിളിച്ച് പറഞ്ഞു. അപ്പം ഞങ്ങൾ പറഞ്ഞു ശരി പോലീസ് സ്റ്റേഷൻ. സംശയം വന്നത് ഇവിടെ മൊത്തം ലഹരിയല്ലേ, മൊത്തം മയക്കമരുന്നാണ്. അപ്പം ഞങ്ങൾ ഇവിടുത്തെ നമ്മൾ പറയുമല്ലോ ഇന്നവരാണ്, ഒരു ചാൻസ് ഉണ്ട് എന്ന് അവരിൻ്റെ പിന്നാലെ നിരീക്ഷിച്ച് അവർ മുത്തുകുമാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. മുത്തുകുമാർ ഇവിടെ താമസമില്ല. ഈ പയ്യൻ ഒരു പെൺകുട്ടിനെ വാടക ഒരു വെച്ചുകൊണ്ടുവന്നു. അപ്പം അവർ പറഞ്ഞു 19 ഇപ്പോൾ ഇവിടെ കല്യാണം വെച്ചിരുന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാണ്, നിങ്ങളിങ്ങനെ കല്യാണം കഴിക്കാൻ പാടില്ല, വിളിച്ചുകൊണ്ടുവരാൻ പാടില്ല എന്ന് പറഞ്ഞപ്പോൾ അവരിവിടുന്ന് പോയി. ആ ഒരാഴ്ച 10 ദിവസം താമസിക്കുന്ന ഇടയിലാണ് ഇത്രയും സംഭവങ്ങൾ നടന്നിരിക്കുന്നത്. ഒരു 10 ദിവസം സ്ഥിരം താമസക്കാർ 3 നേരത്തെ സ്ഥിര താമസം ഉണ്ടായിരുന്നു. ഇപ്പൊ 10 ദിവസമായിട്ടാണ് താമസം. ഈ 17 വയസ്സുകാരൻ 19 വയസ്സുകാരനായിട്ടുള്ള ഈ മുത്തുകുമാർക്ക് ഇവിടെ തന്നെയാണ്, ഈ വീട്ടിൽ തന്നെയാണ്? അല്ലല്ല, അവര് ചുറ്റുകൂട്ട് ഫ്രണ്ട്സാണ്. ഫ്രണ്ട്സ് ആയതുകൊണ്ട് ഇവര് ഇവിടെ തന്നെ എപ്പോഴും ചുറ്റിക്കറങ്ങി നടക്കും. പിന്നെ ഇപ്പൊ സ്ഥിര താമസമില്ല. ഇവർ ഈ ലഹരി ഉപയോഗിക്കുന്നു എന്നുള്ളത് മെമ്പർക്ക് സംശയം തോന്നാൻ കാരണം എന്താ? ലഹരി ഉപയോഗിക്കുന്നുണ്ട് സാർ. എപ്പോഴും വൈകുന്നേരം കഴിഞ്ഞ് ഇവര് വട്ടം ചുറ്റി അവിടെ ഇവിടെ ചുറ്റി നിൽക്കാറുണ്ട്. ലഹരിയുടെ ഒരു വലിയ മാഫിയ. മൃതദേഹം കണ്ടെത്തിയത് എന്ന് പറഞ്ഞാൽ മൃതദേഹം ഇല്ലല്ലോ, ഇപ്പൊ കത്തിച്ച് കളഞ്ഞല്ലോ. അതിന്റെ അവശിഷ്ടങ്ങൾ വീടിന് പുറകിലാണ് വെച്ചിട്ടുണ്ട് എന്നേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല. ഇനിയിപ്പോ അത് അവരുടെ നീക്കങ്ങൾ അനുസരിച്ചിട്ട് ഇല്ലില്ല. ആ പയ്യൻ മാത്രം വന്ന് 10 ദിവസം താമസിച്ചു. അച്ഛനും അമ്മയൊക്കെ തമിഴ്നാടാണ്. ഷിഹാസ്, ഇതാണ് ഈ വാർഡ് മെമ്പറായിട്ടുള്ള അംബിക പറയുന്നത്. അവർക്ക് ഇന്നലെയാണ് പോലീസിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു വിവരം ലഭിക്കുന്നത്. ഈ 19 വയസ്സുകാരനായിട്ടുള്ള ഈ യുവാവ് ഇത്തരത്തിൽ പോലീസിനോട് പറഞ്ഞിട്ടുള്ള മൊഴിയുമായി ബന്ധപ്പെട്ടുള്ള വിവരങ്ങളാണ് ഇപ്പോൾ